ഞാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി 50 ദിവസം, ഓക്കെ, ഒരു 55 ദിവസം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുക. പക്ഷെ അത് ചിലപ്പോൾ ആ സിനിമ 70-75 ദിവസമാകും. വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ ചിലപ്പം 50 ദിവസം എന്നുള്ളത് ഒരു 47 ദിവസമായിട്ട് കുറയാറുള്ളൂ. പക്ഷേ മിക്കവാറും അത് കൂടുതൽ ദിവസങ്ങളാണ് എടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള പ്ലാനിങ് എല്ലാം പോയി. കാരണം ദൈവത്തെ ചിരിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം നമ്മുടെ പ്ലാനുകൾ പുള്ളിയെ അറിയിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാം നല്ലതിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം കസിൻസും അങ്ങനെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 76 ദിവസത്തോളം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് പല പല ലൊക്കേഷനുകളിൽ, പല പല സാഹചര്യങ്ങളിൽ. പക്ഷെ അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ചെയ്തു. അപ്പോൾ അത് ആ ഒരു സന്തോഷം പക്ഷെ പൂർണ്ണമാവണമെങ്കിൽ അത് തിയേറ്ററിലെത്തി ജനം സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ശരിക്കും ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഭാഗ്യതാരം എന്നതിനേക്കാളുപരി പുള്ളി ഇപ്പോൾ സീനിയേഴ്സ് വൈശാഖൻ്റെ അടുത്ത് വരുമ്പോൾ ഒരിക്കലും എന്നെ മനസ്സിൽ കണ്ടിട്ടല്ല സിനിമ എഴുതിയിരിക്കുന്നത്. മല്ലു സിംഗും വരുമ്പോൾ അതും എന്നെ മനസ്സിൽ കണ്ടിട്ടല്ല എഴുതിയിരിക്കുന്നത്. വിശുദ്ധനും എന്നെ മനസ്സിൽ കണ്ടിട്ടല്ല എഴുതിയിരിക്കുന്നത്. കസിൻസ് ഒരു പരിധിവരെ ക്യാരക്ടർ ചിലപ്പോൾ എന്നെ കണ്ടിട്ട് തന്നെ ആവാം എഴുതിയിരിക്കുക. പക്ഷെ ബാക്കിയെല്ലാം പുള്ളി കഥയ്ക്ക് അനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ ഒക്കെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഭാഗ്യതാരം എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ തമ്മിലൊരു സൗഹൃദം സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും സിനിമയ്ക്ക് പുറത്തും എന്നും ഉണ്ട്. അപ്പോൾ അത് ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ അത്യാവശ്യം ഞങ്ങൾ ചെയ്ത സിനിമകളൊക്കെ വിജയിക്കുന്നു, ആൾക്കാർ അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് അംഗീകരിക്കുന്നു എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ബോറടിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു വലിയൊരു പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. അതങ്ങനെ തന്നെ പോട്ടെ. ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെല്ലാം സിനിമയുടെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കസിൻസ് എന്ന് പറയുന്ന ഒരു ബേസ് ഗ്രൂപ്പ്. ഇപ്പോൾ ഞാനും ഇന്ദ്രനും ഒരുമിച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും സുരാജും വേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും ജോജുവും വേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ വരുന്നത്. അപ്പോൾ നേരത്തെ എല്ലാവരും പരസ്പരം ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് യാതൊരു പരിചയക്കുറവ് എന്ന് പറയുന്ന സംഭവം അതിലില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മെയിൻ 2-3 പോയിന്റുകളുണ്ട്. ഒന്ന് സിനിമ, ഓഫ് കോഴ്സ്. 2 ഭക്ഷണം, 3 യാത്രകൾ. ഇത് 3ഉം ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഒത്തു വന്നു എന്നുള്ളതാണ്. സിനിമ ഇഷ്ടപ്പെടുന്ന 4 അഭിനേതാക്കൾ ഇത്രയും വലിയൊരു സിനിമയിൽ ഒരുമിച്ച് വരുന്നു. ഭക്ഷണം ഇഷ്ടപ്പെടുന്ന 4 ആൾക്കാർ, പല പല സ്ഥലങ്ങളിലെ ഭക്ഷണങ്ങൾ. ബാംഗ്ലൂരാണെങ്കിലും കൊടൈക്കനാലാണെങ്കിലും പൊള്ളാച്ചി, പഴനി, അതിരപ്പള്ളി, എറണാകുളം, വാഗമൺ, ഇവിടെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ യാത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പല പല സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് വളരെ നന്നായിട്ട് നിലനിർത്താനായിട്ട് സാധിച്ചു. ഇപ്പം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് കുറേ പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസായി കഴിഞ്ഞു. ഒരു വൻ വിജയമാകുന്നു. അതിനുശേഷവും ഞങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ ഇന്ദ്രൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങളെല്ലാവരും കൂടി സർപ്രൈസായിട്ട് ഇന്ദ്രന് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റല്ല, ഒരു പാർട്ടി ഇന്ദ്രൻ്റെ വീട്ടിൽ, ഇന്ദ്രൻ പോലും അറിയാതെ ഞങ്ങൾ ഇടിച്ച് കയറി എൻജോയ് ചെയ്തു. അതിനുശേഷം എൻ്റെ വീട്ടിലെല്ലാവരും കൂടെ കൂടുന്നുണ്ട്. അപ്പം ആ ഒരു റാപ്പ്, ഒരു സൗഹൃദം സിനിമ കഴിഞ്ഞാലും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് കസിൻസ് എല്ലാ അർത്ഥത്തിലും ഒരു പോസിറ്റീവ് ഫിലിം ആയി എന്നുള്ളത് തെളിയിക്കുന്നു. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ, എനിക്ക് മാത്രമല്ല എല്ലാ അഭിനേതാക്കൾക്കും കിട്ടുന്ന ഭാഗ്യങ്ങളിലൊന്നാണ് ഓരോ ദിവസവും ഓരോ പുതിയ ദിവസങ്ങളാണ്. ചിലപ്പോൾ പുതിയ കഥാപാത്രങ്ങളായിട്ട് വരുന്നു, പുതിയ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നു, പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, പുതിയ സാഹചര്യങ്ങൾ, പുതിയ സ്ഥലങ്ങൾ. അപ്പോൾ ഓരോ ദിവസവും ഒരു പുതിയ കാര്യങ്ങളാണ്. ചിലപ്പം പഴയ കാര്യങ്ങൾ പെട്ടെന്ന് ചിലപ്പം മറന്നുപോയെന്ന് വരും, പക്ഷേ വന്ന വഴികൾ മറക്കാറില്ല. ഏതായാലും കഴിഞ്ഞ വർഷത്തേക്കാളും മനോഹരമാവണം ഈ വർഷത്തെ ക്രിസ്മസ്, അല്ലെങ്കിൽ ഇനി അടുത്ത വർഷത്തെ ക്രിസ്മസ് ഇതിനേക്കാളും മനോഹരമാവണം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്.